വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അതിന്റെ പാർട്ട് 1 കുറച്ച് എടുത്തു കഴിഞ്ഞു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി ഫങ്ഷൻസ് ആണ് അല്ലെ. കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്ന സെക്കൻഡറി ഫങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതില് ഇനിയുള്ളത് മർച്ചന്റ് ബാങ്കിങ് ആണ്. മർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ merchant banking provides to a customer various type of financial services like കുറച്ച് സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവര് എന്താ ചെയ്യുന്നത്? ഇവര് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ലെൻഡിങ് മണി എന്നല്ല ചെയ്യുന്നത്. അവർ ഇവര് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്സെപ്റ്റിംഗ് ബിൽസ് അറൈസിങ് ഔട്ട് ഓഫ് ട്രേഡ്, ട്രേഡിൽ നിന്ന് വരുന്ന ബില്ല് അല്ലെ, അറൈസ് ചെയ്യുന്ന ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റിംഗ് ബിൽ അറൈസിങ് ഔട്ട് ഓഫ് ട്രേഡ് എന്നാണ് പറയുന്നത്. അറേഞ്ചിങ് ആൻഡ് പ്രൊവൈഡിങ് അണ്ടർറൈറ്റിംഗ്, അണ്ടർറൈറ്റിംഗ് എന്ത് ചെയ്യുന്നു? അറേഞ്ചിങ് ആൻഡ് പ്രൊവൈഡിങ് അണ്ടർറൈറ്റിംഗ്. പിന്നെ പ്രൊവൈഡിങ് അഡ്വൈസ്, ഇൻഫർമേഷൻ ഓർ അസിസ്റ്റൻസ് ഓൺ സ്റ്റാർട്ടിംഗ് ന്യൂ ബിസിനസ്, അക്വിസിഷൻ, മെർജേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്. എന്താ പറയുന്നത്? ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയും അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അസിസ്റ്റൻസ് കൊടുക്കുകയൊക്കെ ചെയ്യാണ് മർച്ചന്റ് ബാങ്കിങ് ചെയ്യുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്ന്, അക്സെപ്റ്റിംഗ് ബിൽ അറൈസിങ് ഔട്ട് ഓഫ് ട്രേഡ്, ട്രേഡിൽ നിന്ന് വരുന്ന ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അണ്ടർറൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ, അറേഞ്ച് ചെയ്യുകയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു അണ്ടർറൈറ്റിംഗ്. 3, ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസും അഡ്വൈസും അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചും മെർജേഴ്സും അക്വിസിഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? മർച്ചന്റ് ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി പ്രൊജക്ട് കൗൺസിലിംഗ്. പ്രൊജക്ട് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് ആണ് ടു ഗൈഡ് എ ന്യൂ വെഞ്ചർ. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസറി സർവീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊജക്ട് കൗൺസിലിംഗ് എന്ന് പറയാം. അപ്പൊ പ്രൊജക്ട് കൗൺസിലിംഗ് ആര് കൊടുക്കുന്നുണ്ട്? ആര് കൊടുക്കുന്ന സർവീസ് ആണത്? മർച്ചന്റ് ബാങ്കിന്റെ ഒരു സർവീസ് ആണ് പ്രൊജക്ട് കൗൺസിലിംഗ്. കൗൺസിലിംഗ് കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുകയാണ് ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇനി അടുത്തത് ലോൺ സിൻഡിക്കേഷൻ. ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സ് പ്രൊവൈഡ് എ ലാർജ് ലോൺ ടു എ സിംഗിൾ ബോറോവർ. ഒരു ബോറോവർക്ക് എന്ത് ചെയ്യണം? ലാർജ് എമൗണ്ട് ഓഫ് മണിന്റെ ആവശ്യം വരാം, ലാർജ് ഫണ്ടിന്റെ ആവശ്യം വരാം. അങ്ങനെയുള്ള കേസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഒരാളുടെ കയ്യിൽ തന്നെ ആ ഒരു എമൗണ്ട് എടുക്കാനില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ലോൺ പ്രൊവൈഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് മർച്ചന്റ് ബാങ്കിൽ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ. അതിന്റെ പേരാണ് ലോൺ സിൻഡിക്കേഷൻ. അപ്പം പ്രൊജക്ട് കൗൺസിലിംഗ് ചെയ്യുന്നു, ലോൺ സിൻഡിക്കേഷൻ മറ്റൊരാൾക്ക് ലോൺ ഏർപ്പാടാക്കി കൊടുക്കുന്ന അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ലോൺ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് ലോൺ സിൻഡിക്കേഷൻ. ഇനി ടെക്നോളജി ടൈപ്പ്, ടെക്നോളജി ഒക്കെ ടൈപ്പ് ആക്കി കൊടുക്കുന്നു. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? മാനേജിങ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ബോണ്ട്, ഷെയർസ്, ക്യാഷ്, മ്യൂച്വൽ ഫണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ബോണ്ടിന്റെ ഷെയർസിന്റെ ഒക്കെ രൂപത്തില് ഒരു ആളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. അതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യാന്ന് ഓർത്താൽ മതി കേട്ടോ. ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നതാണ് എന്തൊക്കെയാ? ബോണ്ട്, ഷെയർസ് ഒക്കെ. ഓക്കെ. ഇനി മാർക്കറ്റ് സർവേ ആൻഡ് ഫോർകാസ്റ്റിംഗ്. മാർക്കറ്റ് സർവേ ചെയ്യുന്നു, ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഫിനാൻഷ്യൽ സർവീസസ് മർച്ചന്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്ന അക്സെപ്റ്റിംഗ് ബിൽ അറൈസിങ് ഔട്ട് ഓഫ് ട്രേഡ്, ട്രേഡിൽ നിന്ന് വരുന്ന ബിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അണ്ടർറൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു, അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അഡ്വൈസും ഇൻഫർമേഷനും അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നു ഒരു ന്യൂ വെഞ്ചർ അല്ലെങ്കിൽ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അക്വിസിഷൻസ് ചെയ്യുന്നു, മെർജേഴ്സ് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? മർച്ചന്റ് ബാങ്കിങ് ആണ്. പ്രൊജക്ട് കൗൺസിലിംഗ് ചെയ്യുന്നു, അഡ്വൈസ് കൊടുക്കുകയാണ് ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ ലോൺ സിൻഡിക്കേഷൻ. ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെൻഡേഴ്സിന് എന്ത് ചെയ്യാണ്? ചേർത്തിട്ട് ലോണ് മറ്റൊരു സിംഗിൾ ബോറോവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് ലോൺ സിൻഡിക്കേഷൻ. ടെക്നോളജി ടൈപ്പ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യുക അല്ലെ. എന്തൊക്കെയാ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന? ഫോം ഓഫ് ബോണ്ട്, ഷെയർസ്, ക്യാഷ്, മ്യൂച്വൽ ഫണ്ട് അല്ലെ. ഇനി മാർക്കറ്റ് സർവേ ആൻഡ് ഫോർകാസ്റ്റിംഗ്. സർവേ നടത്തുകയും അതുപോലെ തന്നെ അതിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ മർച്ചന്റ് ബാങ്കിൽ ഇത്രേ ഉള്ളൂ. ഇനി മർച്ചന്റ് ബാങ്കിൽ നമ്മൾ ഓൾറെഡി ബാങ്കിങ്ങിൽ പഠിച്ചിരുന്ന
കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഫസ്റ്റ് മർച്ചന്റ് ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഏതാണ് നമ്മൾ പഠിച്ചു? ഗ്രീൻലൈസ് ബാങ്ക് ആണ് ഫസ്റ്റ് മർച്ചന്റ് ബാങ്കിങ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. ഇനി ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു സ്റ്റാർട്ട് മർച്ചന്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ SBI ആണ് കേട്ടോ. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് SBI ആണ്. പിന്നെ ആദ്യമായിട്ട് മർച്ചന്റ് ബാങ്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഗ്രീൻലൈസ് ബാങ്ക് ആണ്. ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ SBI ആണ്. ഓക്കെ. അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് പർച്ചേസസ് ആൻഡ് സെൽസ് ഫോറിൻ കറൻസീസ്. ഫോറിൻ കറൻസീസ് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്നു. ദ അപ്പെക്സ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി അതോറിറ്റി ഇൻ ഇന്ത്യ. ആരാണ് അപ്പെക്സ് റെഗുലേറ്ററി? ഫോറിൻ എക്സ്ചേഞ്ചിന്റെ അപ്പെക്സ് അതോറിറ്റി അല്ലെങ്കിൽ റെഗുലേറ്റഡ് ചെയ്യുന്നത് RBI ആണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫോറിൻ എക്സ്ചേഞ്ചിന് ഫുൾ കൈകാര്യം ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതെന്താ ചെയ്യുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ കറൻസീസിനെ പർച്ചേസും ചെയ്യുന്നു, സെയിൽ നടത്തുന്നു. ഓക്കെ. അടുത്തത് ട്രാവലേഴ്സ് ചെക്ക് ആണ്. A traveler's check can be purchased by anyone. This is a medium of exchange that can be used by people on vacation in foreign countries instead of hard currency. So the travelers can travel without fear of loss or theft of money. എന്താ പറയുന്നത്? ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞാല് നമ്മള് ആർക്ക് വേണമെങ്കിലും ട്രാവലേഴ്സ് ചെക്ക് പർച്ചേസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇതെന്താണ്? നമുക്ക് വെക്കേഷനൊക്കെ ഫോറിൻ കൺട്രീസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പൈസയായിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നതിന് പകരം നമുക്ക് ചെക്കായിട്ട് എടുത്തു വെക്കാം. ട്രാവലേഴ്സിന്റെ ചെക്കായിട്ട് എടുത്തു വെക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുമെന്ന് ഉള്ള പേടിയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് ഇതൊന്നും ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും. ട്രാവലേഴ്സ് ചെക്ക്. ഓക്കെ. The purchaser has to deposit money with the issuing bank equivalent to the amount of traveler's check he intends to buy. എത്ര രൂപയ്ക്കാണോ ട്രാവലേഴ്സ് ചെക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ പൈസ നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് ബാങ്ക് എന്ത് ചെയ്യും? ഒരു ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. There is no expiry period for the travelers check. എന്താ പറയുന്നത്? ഇതിന് എക്സ്പയറി പീരീഡ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഗിഫ്റ്റ് ചെക്കിനും ട്രാവലേഴ്സ് ചെക്കിനും എന്തില്ല? എക്സ്പയറി പീരീഡ് ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പം ഇതെന്താന്ന് പറഞ്ഞ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞാല് ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെ. വെക്കേഷൻ ടൈമിലൊക്കെ മറ്റൊരു കൺട്രിയിലേക്ക് ഫോറിൻ കൺട്രീസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ട്രാവലേഴ്സ് ചെക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഹാർഡ് കറൻസി ആയിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നതിന് പകരം ട്രാവലേഴ്സ് ചെക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇഷ്യൂയിങ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടതിന് പകരമായിട്ട് ബാങ്ക് ട്രാവലേഴ്സ് ചെക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അടുത്തത് ഫാക്ടറിംഗ്. It is a facility provided to finance on trade debt of corporate. Question വന്നിട്ടുണ്ട് previous year. To finance on trade debt of corporate. എന്താ നോക്കാം. This is a financial transaction and a type of debtor finance in which a business sells its accounts receivable, അതായത് invoices, to a third party called a factor at a discount. എന്താ പറയുന്നത്? ഇതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെന്നാണ് പറയുന്നത് അല്ലെ. ഇത് ഒരു ടൈപ്പ് ഓഫ് ഡെപ്റ്റർ ഫിനാൻസ് ആണ്. എന്താ ചെയ്യുന്നത്? ബിസിനസ് അതിന്റെ അക്കൗണ്ട്സ് റിസീവബിൾ ഒക്കെ സെല്ല് ചെയ്യും. മറ്റൊരു തേർഡ് പാർട്ടിക്ക് സെല്ല് ചെയ്ത് കൊടുക്കും ഒരു ഡിസ്കൗണ്ടിന്. അതിനെയാണ് ഫാക്ടറിങ് എന്ന് പറയാം. അപ്പം ഒരു ബിസിനസ്, ഒരു കമ്പനി അല്ലെ, അതിന്റെ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ലുകളാണ്. പേയ്മെന്റ് നടത്താത്ത ബില്ലുകൾ എന്ന് പറഞ്ഞാല് ഇപ്പം റെന്റ് നമുക്ക് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ബില്ലുകളൊക്കെ ഒരു ഡിസ്കൗണ്ട്. എനിക്കിപ്പം ഒരു 10,000 രൂപ കിട്ടാനുണ്ടെന്ന് വിചാരിക്കാം. നമ്മളൊരു 500 രൂപ കുറച്ചിട്ട് ഒരു ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് വാങ്ങാം. അപ്പൊ അങ്ങനെയുള്ള കേസാണ്. ആ ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അൺപെയ്ഡ് ഇൻവോയ്സസ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള അക്കൗണ്ട് റിസീവബിൾ സെല്ല് ചെയ്യുക ഒരു തേർഡ് പാർട്ടിക്ക്. അപ്പൊ അതിനെയാണ് ഫാക്ടറിങ് എന്ന് പറയുക. To finance on trade debt of corporate ആട്ടോ. ഇനി the arrangement in which short-term domestic receivables on sale of goods or services are sold to a company is called a factoring. എന്താ പറയുന്നത്? ഷോർട്ട് ടൈം ആണെങ്കിൽ ഇതിന് എന്ത് പറയാം? ഫാക്ടറിംഗ് എന്ന് പറയാം കേട്ടോ. ഷോർട്ട് ടൈം ഡൊമസ്റ്റിക് റിസീവബിൾസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഫാക്ടറിംഗ് ആയിരിക്കും. ഷോർട്ട് ടൈം ഡൊമസ്റ്റിക് റിസീവബിൾസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആർ സോൾഡ് ടു എ കമ്പനി. അപ്പം ഡൊമസ്റ്റിക് റിസീവബിൾസ് എന്ത് ചെയ്യാണ്? ഗുഡ്സ് ഓർ സർവീസസ് ഒക്കെ
ഒരു കമ്പനിക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫാക്ടറിങ്. A business will sometimes factor its receivable assets to meet its present and immediate cash need. ബിസിനസ് എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നതോടെ ചില സമയത്ത് ഫാക്ടറിന് സാധനം വിൽക്കുന്നതോടെ എന്താ ചെയ്യുക, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ക്യാഷിന്റെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഓക്കെ, ഫോർ ദീസ് സർവീസസ് ദ ബാങ്ക് ഗെറ്റ്സ് ഫാക്ടറേജ്. ഇതിന് പകരമായിട്ട് എന്താ കിട്ടുക, ഫാക്ടറേജ് കിട്ടും. ഫാക്ടറേജ് ഈ ബാങ്കിന് കിട്ടുന്ന, നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ബാങ്കിന് കിട്ടുന്ന ചാർജിന് പറയുന്ന പേരാണ് ഫാക്ടറേജ്. ആ തേർഡ് പാർട്ടിക്ക് വിൽക്കുന്ന തേർഡ് പാർട്ടിനെ പറയുന്ന പേരെന്താണ്, ഫാക്ടർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി SBI is the first bank in India to conduct factoring services. ഫാക്ടറിംഗ് സർവീസസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, SBI ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഷോർട്ട് ടൈം ഡൊമസ്റ്റിക് റിസീവബിൾസ് എന്ന് കണ്ടിട്ടുണ്ട്, ആരെ കൊടുക്കണം, ഫാക്ടറിങ്ങിനെ കൊടുക്കാം. ഓക്കെ, ഇനി ഫോർഫെയ്റ്റിംഗ് ആണ്. ഫോർഫെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് ഫിനാൻസിംഗ് ദാറ്റ് എനേബിൾസ് exporters to receive immediate cash at a discount by selling their medium and long term receivables. ഫാക്ടറിങ്ങിന്റെ ഏകദേശം അടുത്തിരിക്കും, മറ്റേത് ഷോർട്ട് ടൈം ആയിരുന്നു. ഇതില് മീഡിയം ടൈമും ലോങ് ടൈമും ആയിട്ടുള്ള റിസീവബിൾസ് എന്ത് ചെയ്യാണ്, സെയിൽ നടത്തുകയാണ് ഒരു ഡിസ്കൗണ്ടിന്. അപ്പൊ ഇവർക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോർഫെയ്റ്റിംഗ് ചെയ്യാം. അപ്പൊ മീഡിയം ടൈമും ലോങ് ടൈമും ആയിട്ടുള്ള റിസീവബിൾസ്, അതായത് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ഒക്കെ റിസീവബിൾസ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യുന്നതോടെ ഒരു ഡിസ്കൗണ്ടിന് സെയിൽ ചെയ്യാണ്. ഡേറ്റ് ആയിട്ടില്ല, പകരം നമ്മൾ സെയിൽ നടത്താണ്. അപ്പൊ അതിന് പകരമായിട്ട് അവർ എന്ത് ചെയ്യണം, ക്യാഷ് തരണം അല്ലെ. അതിന് നമുക്ക് ഫോർഫെയ്റ്റിംഗ് എന്നൊക്കെ പറയാം. ഫാക്ടറിംഗ് ഈസ് സൂറ്റബിൾ ഫോർ ഫിനാൻസിങ് സ്മോളർ ആൻഡ് ഷോർട്ട് ടൈം റിസീവബിൾസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഷോർട്ട് ടൈം ആയിട്ടുള്ള സ്മോളർ ആയിട്ടുള്ള റിസീവബിൾസിനാണ് ഫാക്ടറിംഗ് ഓക്കെ ആയിട്ടുള്ളത്. Whereas forfeiting is used to finance capital goods export. Capital goods വലിയ ലോങ് ടൈം ആയിട്ടുള്ള കേസിലാണ് ഫോർഫെയ്റ്റിംഗ് വരിക കേട്ടോ. ഫിനാൻസ് ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്പോർട്ട്. ഇനി അടുത്തത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ ബാങ്ക് ഡ്രാഫ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 85A of the NI Act, a bank draft is an order from one branch to another branch of the same bank or another bank for sum of money payable to ഓർഡർ ഓൺ ഡിമാൻഡ്. എന്താ പറയുന്നത്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ തന്നെയുണ്ട്, ഡിമാൻഡിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരു മണി പേ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. ബാങ്കിന്റെ ഇതൊരു ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിനോട് പറയാണ്, ഓർഡർ കൊടുക്കാണ്, ഈ പൈസ കൊടുക്കണം, ഡിമാൻഡ് അവരെപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്ന ആ ടൈമിൽ എന്ത് ചെയ്യണം, ഈ മണി പേ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നതാണ് എന്ത്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയാം. സെക്ഷൻ 85A NI ആക്ടിൽ ഇതിനെ കുറിച്ച് പറയുന്നത്. എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് സിമിലർ ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെ ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ 3 പാർട്ടീസ് ഉണ്ട്, ഡ്രോയർ, ഡ്രോയി, പേയി. അതായത് എഴുതുന്നയാള്, ഡ്രോ ചെയ്യുന്ന ആള് അല്ലെ, ക്രിയേറ്റ് ചെയ്യുന്ന ആള്, ഡ്രോയി, പേയി, അങ്ങനെ 3 പാർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. വാലിഡിറ്റി പീരീഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ വരുന്നത് 3 മാസമാണ് കേട്ടോ. 3 മാസം ക്വസ്റ്റ്യൻ വരാം. 3 മന്ത് ആണ് വാലിഡിറ്റി പീരീഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ. ഓക്കെ, ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് ഇവര് ഓർഡർ ചെയ്ത് കൊടുക്കുക, മണി പേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് ATM ഫെസിലിറ്റി, ക്രെഡിറ്റ് ഫെസിലിറ്റി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്താന്ന് നോക്കാം. The commercial bank enable people to do their banking transactions at any hour of the day by using ATM facilities. ATMന്റെ ഫുൾ ഫോം എന്താ, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അല്ലെ. അപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഏത് സമയത്തും നടത്തുന്നതിന് വേണ്ടി ATM ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ATM എങ്ങനെയാ 24/7 hours അല്ലെ, ഒരു ദിവസം 24/7 hours വർക്കിംഗ് ആയിരിക്കും. ഇനി ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പ്ലാസ്റ്റിക് കാർഡ് ഇഷ്യൂഡ് ബൈ ബാങ്ക് to its customers to facilitate the card holder to use it for purchase on credit or draw cash. എന്താ പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കാർഡാണെന്ന് പറയും. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണിത്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, യൂസ് ഇറ്റ് ഫോർ പർച്ചേസ് ഓൺ ക്രെഡിറ്റ്. നമുക്ക് കടത്തിന് സാധനം വാങ്ങാം അല്ലെ,
യൂസ് ഇറ്റ് ഓൺ ഫോർ പർച്ചേസ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിന് പർച്ചേസ് നടത്താം. അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യാം? ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇറ്റ് എനേബിൾസ് എ കസ്റ്റമർ ടു പർച്ചേസ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം റീറ്റെയിൽ ആൻഡ് സർവീസസ് എസ്റ്റാബ്ലിഷ്മെന്റ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് വിത്തൗട്ട് മേക്കിംഗ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ്. നമുക്ക് കടത്തിന് വാങ്ങാന്ന് പറഞ്ഞു, പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് നടത്താം. പേയ്മെന്റ് പിന്നെ ആണെങ്കിലും കൊടുത്താൽ മതി. ഇനി ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ATM കാർഡാണ് അല്ലേ? ഇനി ഈ ഡെബിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ വിച്ച് ദ എമൗണ്ട് ഗെറ്റ് ഡെബിറ്റഡ് ഫ്രം ഡെബിറ്റ് കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ATM കാർഡാന്ന് പറഞ്ഞു. അപ്പൊ ATM കാർഡിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ പർച്ചേസ് ചെയ്യാൻ സാധനങ്ങൾ, പക്ഷെ അപ്പൊ തന്നെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും. നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസിന് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സ്ട്രാ പൈസ നമുക്ക് എടുക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡിൽ അക്കൗണ്ടിൽ ഉള്ളതിനെക്കാട്ടിലും ഉപരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് നടത്താൻ സാധിക്കും. The amount that can be utilized from the debit card shall be limited up to the credit balance in the account. കണ്ടോ? അക്കൗണ്ടിലുള്ള ബാലൻസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ നൗ പേ ലേറ്റർ. പേ ലേറ്റർ ആയാലും കുഴപ്പമില്ല. ഡെബിറ്റ് കാർഡ് ആണെങ്കിലോ ബൈ നൗ പേ നൗ. നൗ എന്നുള്ള കേസ് മാത്രമേ ഡെബിറ്റ് കാർഡിന്റെ കേസിൽ വരുള്ളൂ കേട്ടോ. ബൈ നൗ പേ നൗ. ഓക്കെ. അടുത്തത് ബാങ്കേഴ്സ് ചെക്ക് ഓർ ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ്. It is an instrument issued by the bank on behalf of the customer containing an order to pay a specified sum to the specified person in the same locality. ഇതില് ഉദ്ദേശിക്കുന്നത് ഒരു ലൊക്കാലിറ്റിയിലുള്ള, ഒരു പ്രദേശത്തുള്ള ആർക്കെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണമെങ്കിൽ പേ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓർഡർ ആണ് എന്ത്? ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറയാം. ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പൊ അതൊരു ഓർഡർ ആണെന്നാ പറയുന്നത്. ഒരു സ്പെസിഫൈഡ് സമ്മ് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഒരു സെയിം ലൊക്കാലിറ്റിയിലുള്ളവർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ, കൊടുക്കണമെങ്കിൽ, പേ ചെയ്യണമെങ്കിൽ ബാങ്കേഴ്സ് ചെക്ക് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ബാങ്കേഴ്സ് ചെക്ക് ഈസ് ഇഷ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ലോക്കൽ പേയ്മെന്റ്സ് ഓൺലി. ഇവിടെ ലോക്കൽ പേയ്മെന്റ്സ് മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. Bankers check is drawn by the banker to their branch for making local payments within the city. Bankers check is drawn by the bank. അപ്പോൾ ഓർത്തിരിക്കുക, ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? ബാങ്കേഴ്സ് ചെക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രോൺ ചെയ്യുന്നത് എന്നൊക്കെ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരാട്ടോ. വാലിഡിറ്റി പീരീഡ് എത്രയാണ്? 3 months ആണ് കേട്ടോ. 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഫ്രം ദ ഇൻസ്ട്രുമെന്റ്. എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത് അത് തൊട്ട് 3 മാസം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ വാലിഡിറ്റി പീരീഡ് ഉണ്ടാവുള്ളൂ. Bankers check cannot be dishonored. The concept of banker check was introduced by SBI. SBI ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1976. ബാങ്കേഴ്സ് ചെക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് SBI ആണ്. The bankers check not a negotiable instrument. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്തായിരുന്നു? ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ഇവിടെ ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞാൽ നോൺ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ cannot be dishonored. ഇനി അടുത്തത് അണ്ടർറൈറ്റിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അണ്ടർറൈറ്റ് എ പോർഷൻ ഓർ whole of public issue of shares, bonds and debentures of joint stock companies. എന്താ പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് അണ്ടർറൈറ്റ് ചെയ്യുന്നു എന്നാ പറയുന്നത്. ഷെയർസും ബോൺസും ഒക്കെ. The person or institution that agrees to sell a minimum number of securities of the companies for a commission is called underwriter. അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ ഒരാള് എഗ്രി ചെയ്യാണ് അവരുടെ സെക്യൂരിറ്റീസ് ഒക്കെ സെല്ല് ചെയ്ത് കൊടുക്കാണ്, മിനിമം നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കമ്പനിക്ക് സെല്ല് ചെയ്ത് കൊടുക്കാണ് ഉറപ്പ് നൽകുന്നതിനെയാണ് എന്ത് പറയാ? അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം. ആ ഉറപ്പ് നൽകുന്ന വ്യക്തി പേഴ്സണോ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിക്കോട്ടെ, അവരെ നമുക്ക് അണ്ടർ റൈറ്റർ എന്ന് പറയാം. അപ്പൊ മിനിമം നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് അണ്ടർ റൈറ്റിംഗിൽ വരുന്നത്. If the company is not able to collect 90% of the offer amount, then it needs to compulsory return the money to those who have subscribed to the shares. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവണം പറഞ്ഞു. 90% എങ്കിലും സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഷെയർസ് ഒക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. In order to overcome this situation, companies undergo process of underwriting.
Then underwriting commission shall not exceed 5% of the issue price in the case of shares. Underwriting commission എന്ത് ചെയ്യാൻ പാടില്ല? 5% ഇഷ്യൂ പ്രൈസിന്റെ 5% കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. The underwriting commission shall not exceed up to 2.5% of the issue price in the case of debentures. Debenturesന്റെ കേസിലാണ് 2.5 കൂടാൻ പാടില്ല. Underwriting commission appears in asset side of balance sheet as fictitious asset. Underwriting എന്ന് പറയുന്നത് ഒരു fictitious asset ആയിട്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ ഇതൊരു ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അസറ്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലായിരിക്കും. അത് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അപ്പം ഇതെന്താണ് അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ? സെൽ എ മിനിമം നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി ഫോർ എ കമ്മീഷൻ ഇസ് കോൾഡ് അണ്ടർറൈറ്റർ. ആ പേഴ്സണെ പറയുന്നതാണ് അണ്ടർറൈറ്റർ. അണ്ടർറൈറ്റിംഗ് എന്ന് പറയാ ഈ ഒരു പ്രോസസ്സിനാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ എടുക്കാണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ലോണം പഠിക്കാം.